ഇന്ത്യയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ-3. ചന്ദ്രയാൻ-3 ഒരു ഫെയിലിയർ ബേസ്ഡ് ഡിസൈനാണ്, അതായത് പരാജയപ്പെടാനുള്ള സാധ്യതകൾ പരിഹരിച്ചുകൊണ്ടുള്ളത്. ചന്ദ്രയാൻ-2ൻ്റെ ഒരു ഫോളോ ഓൺ ദൗത്യമാണ് ചന്ദ്രയാൻ-3. ചന്ദ്രയാൻ-3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന്. വിക്ഷേപണ വാഹനം LVM-3 M4, ഭാരം 3895 കിലോഗ്രാം. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ-3 എത്തിയത് 2023 ഓഗസ്റ്റ് 5. ഈ സമയത്ത് ചന്ദ്രയാൻ-3 പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ-3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ഇതോടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമെന്ന പദവി ഇന്ത്യ സ്വന്തമാക്കി. 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04 ചന്ദ്രയാൻ-3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ഈ സമയത്ത് ചന്ദ്രയാൻ-3 പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ചന്ദ്രൻ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1ാമത്തെ രാജ്യം റഷ്യ 1966, 2ാമത്തെ രാജ്യം USA 1966, 3ാമത്തെ രാജ്യം ചൈന 2013. ചന്ദ്രനുള്ള ഗർത്തങ്ങളായ മാൻസിനസ് സി, സിംപൊലിസസ് എന്നിവയ്ക്കിടയിലുള്ള സമതലത്തിലാണ് ചന്ദ്രയാൻ-3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ചന്ദ്രയാൻ-3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ പേര് നിർദ്ദേശിച്ചത്. സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാനാണ് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ചന്ദ്രയാൻ-3 ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള 15 മിനിറ്റ് ചെയർമാനായ എസ് സോമനാഥൻ വിശേഷിപ്പിച്ചത് 15 മിനിറ്റ് ഓഫ് ടെറർ. ചന്ദ്രയാൻ-3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങൾ: ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തുക, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ചന്ദ്രയാൻ-3ൻ്റെ ലാൻഡർ വിക്രം, അർത്ഥം ധൈര്യം. ചന്ദ്രയാൻ-3ൻ്റെ ലാൻഡർ വിക്രം, അർത്ഥം ധൈര്യം. റോവർ പ്രഗ്യാൻ, ജ്ഞാനം എന്നാണ് അർത്ഥം. ചന്ദ്രയാൻ-3ൻ്റെ റോവർ പ്രഗ്യാൻ ജ്ഞാനം എന്നാണ് അർത്ഥം. ഒരു ചന്ദ്രദിനം, അതായത് ഭൂമിയിലെ 14 ദിനങ്ങളാണ് ലാൻഡറിൻ്റെയും റോവറിൻ്റെയും പര്യവേഷണ കാലം. ചന്ദ്രയാൻ-3 ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തെ മണ്ണിലാണ്. ലാൻഡറിന് ഇന്ത്യയുടെ 3 പേലോഡുകളാണ് ഉള്ളത്. റോവറിന് 2 പേലോഡുകളാണ് ഉള്ളത്. ചന്ദ്രയാൻ-3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ എസ് സോമനാഥ്, VSC ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ, ചന്ദ്രയാൻ-3 പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ, ചന്ദ്രയാൻ-3 ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ കെ കൽപ്പന, മിഷൻ ഡയറക്ടർ മോഹനകുമാർ. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ-2. ചന്ദ്രയാൻ-1 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയാണ് ചന്ദ്രയാൻ-2 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ-2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ-2 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ-2ൻ്റെ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1, ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്നു. ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ-2ൻ്റെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം. ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ-2ൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ചന്ദ്രയാൻ-2ൻ്റെ വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലം തിരങ്ക. ചന്ദ്രയാൻ-2 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2019 ഓഗസ്റ്റ് 20. ചന്ദ്രയാൻ-2ൻ്റെ പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ-2ൻ്റെ മിഷൻ ഡയറക്ടർ ഋതു കരിതാൽ ശ്രീവാസ്തവ. ചന്ദ്രയാൻ-2ൻ്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ കെ ശിവൻ. 2019 സെപ്റ്റംബർ 7 ചന്ദ്രൻ്റെ 2 കിലോമീറ്റർ അടുത്ത് വരെ എത്തിയ ചന്ദ്രയാൻ-2 മുൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് തെന്നിമാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയും ചെയ്തു. ചന്ദ്രയാൻ-2ൻ്റെ ലാൻഡർ കണ്ടെത്തിയത് ഷൺമുഖ സുബ്രഹ്മണ്യൻ, ചെന്നൈ സ്വദേശി. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ-1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം PSLV-C-11. ഭാരം 1380 കിലോഗ്രാം. ആകെ ചിലവ് 386 കോടി. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2008 നവംബർ 8. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14.
ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം റഷ്യ. ചന്ദ്രയാൻ പ്രവർത്തനം നിലച്ചത് 2009 ഓഗസ്റ്റ് 28. ചന്ദ്രയാൻ 1 ക്രഷ് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ജവഹർ പോയിന്റ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ചന്ദ്രയാൻ എന്ന് നൽകിയത് മുൻ പ്രധാനമന്ത്രി AB വാജ്പേയി. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G മാധവൻ നായർ. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈ.